ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടോയ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തെർമോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഒരു തെർമോക്കോളാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ കുറേ സ്ക്വയറുകൾ കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുൻഭാഗം നമുക്കൊരു ബോട്ടിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ വെള്ളം കിടക്കാത്ത രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തായിട്ട് ബാറ്ററി അതുപോലെ തന്നെ DC മോട്ടറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇതിനകത്തൊരു കാർഡ്ബോർഡ് ഇതേപോലെ ഒട്ടിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ബോട്ടിന് പ്രൊപ്പലർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ അലുമിനിയം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 2 വട്ടം മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൽ കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ച് ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൽ ഇതുപോലെ ജസ്റ്റ് ലീഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത റൗണ്ട് വരെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ടിംഗ് പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലത്തെ 2 DC മോട്ടറും പിന്നെ നമ്മുടെ പേനയുടെ അകത്തുള്ള 2 ഫില്ലറും നമുക്ക് വേണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രൊപ്പല്ലർ നമ്മൾ ഈ ഫില്ലറിൻ്റെ ഒരറ്റത്തായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കണം. സ്ക്രൂ ചെയ്തതിന് ശേഷം ഇത് ഇളകി പോരാതിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫിക്സ് പോലത്തെ ഏതെങ്കിലും ഒരു പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പ്രൊപ്പല്ലർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൊപ്പല്ലർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത പോലെ ഈ 2 പോർഷനിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം.
അപ്പോൾ നമ്മൾ 2 ഹോൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ആ 2 ഹോളിലും നമ്മുടെ പേനയുടെ ഓട നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രൊപ്പല്ലർ ആ ഹോളിനകത്ത് കൂടി കടത്തിയിട്ട് DC മോട്ടറിൽ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ മിനി മോട്ടറുകൾ നമുക്ക് കറങ്ങുന്ന സമയത്ത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം അവിടെ. ഇനി നമ്മുടെ ബോട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു റിമോട്ട് കൺട്രോൾഡ് ബോട്ട് RC ബോട്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ എന്താ സംഭവം അറിയില്ല, ബോർഡ് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കി, ബോർഡ് സംഗതി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കണക്ഷൻ എല്ലാം ചെയ്തത്. പ്രോപ്പറായ രീതിയിൽ തന്നെ നമ്മൾ കണക്ഷനൊക്കെ ചെയ്തിരുന്നു. പക്ഷേ റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല, എന്താ സംഭവം അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ ബോർഡ് സംഗതി എന്താ വർക്ക് ചെയ്യണില്ല, സെറ്റപ്പ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനൊന്ന് മാറ്റി പിടിച്ചു. ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബോട്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്വിച്ച് നമ്മൾ ഇതിൻ്റെ ബോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടി ഒരു ബാറ്ററി ഹോൾഡറാണ്. ഒന്നുമില്ലെങ്കിൽ ബാറ്ററി ഹോൾഡർ അല്ലെങ്കിൽ 9 വോൾട്ടിൻ്റെ ബാറ്ററി ആയാലും മതി. അപ്പോൾ ഇനി നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് DC മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്വിച്ചിൽ നിന്നും DC മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ കവർ ചെയ്യാനായിട്ട് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് സ്വിച്ചിൻ്റെ ആകൃതി നമ്മളവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റബ്ബർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടോയ് ബോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് പോകാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. കേട്ടോ എടുത്തൂടെ അതിനകത്ത് പോയിക്കോട്ടെ, അങ്ങോട്ടേക്ക് പോകാം.
കിട്ടുക.